ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നും കൺസ്യൂമർ ബിഹേവിയറിൻ്റെ സ്റ്റെപ്സുമായിരുന്നു. ഇന്നിനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിന് അല്ലെങ്കിൽ ബൈയിങ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് ഓരോ ബയ്യറും ഓരോ കസ്റ്റമറും പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 6 ഫാക്ടറാണ് കൺസ്യൂമർ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത്. സൈക്കോളജിക്കൽ ഫാക്ടർ, സോഷ്യൽ ഫാക്ടർ, കൾച്ചറൽ ഫാക്ടർ, പേഴ്സണൽ ഫാക്ടർ, എക്കണോമിക് ഫാക്ടർ, എൻവയോൺമെൻറ്റൽ ഫാക്ടർ. ഇനി നമുക്ക് ആദ്യം സൈക്കോളജിക്കൽ ഫാക്ടർ നോക്കാം. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഫാക്ടറാണ് സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. സാറ്റിസ്ഫാക്ഷനെയും ഫീലിങ്സിനെയും എഫക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഫാക്ടറാണ് സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 ഫാക്ടറാണ് സൈക്കോളജിക്കൽ ഫാക്ടറിൽ വരുന്നത്: മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്. ഫസ്റ്റ് വൺ, മോട്ടിവേഷൻ. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനനുസരിച്ചായിരിക്കും ഓരോ പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണ് നീഡ് എന്നാണ്. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറുടെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി പ്രകാരം ഒരു ഇൻഡിവിജ്വലിന് 5 തരത്തിലുള്ള നീഡാണുള്ളത്. നമ്മൾ ബിസിനസ്സിൽ മോട്ടിവേഷൻ തിയറിയിൽ പഠിച്ചിട്ടുള്ള ഒന്നാണ് മാസ്ലോസ് ഹൈറാർക്കി തിയറി. അതിൽ 5 നീഡാണുള്ളത്: ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, എസ്റ്റീം ഓർ ഈഗോ നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഈ നീഡിൽ ഏത് നീഡാണോ ഒരു ഇൻഡിവിജ്വലിനുള്ളത് അതിനനുസരിച്ചായിരിക്കും ഒരു പ്രോഡക്റ്റോ സർവീസ് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഫിസിയോളജിക്കൽ നീഡ് എന്താണെന്ന് നമുക്കറിയാം. ബേസിക് നീഡാണ്, അടിസ്ഥാന ആഗ്രഹമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ് തുടങ്ങിയവയൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡിൽ വരുന്നത്. ദെൻ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്, പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ തുടങ്ങിയവയൊക്കെയാണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്. ദെൻ സോഷ്യൽ നീഡ്, ലവ്, എഫെക്ഷനൊക്കെയാണ് സോഷ്യൽ നീഡ്. ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി റിലേഷൻഷിപ്പൊക്കെയാണ് സോഷ്യൽ നീഡിൽ വരുന്നത്. ദെൻ എസ്റ്റീം ഓർ ഈഗോ നീഡ്, റെക്കഗ്നീഷൻ, സ്റ്റാറ്റസ്, റെസ്പെക്റ്റ് ഒക്കെയാണ് എസ്റ്റീം ഓർ ഈഗോ നീഡ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലൊരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് എസ്റ്റീം ഓർ ഈഗോ നീഡിൽ വരുന്നത്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, പീക്ക് സ്റ്റേജിലൊരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയ ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഈ മോട്ടിവേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ് കസ്റ്റമറുടെ നീഡ്. പലതരത്തിലുള്ള നീഡുകൾ പറഞ്ഞു. ഈ നീഡിൽ ഏതാണ് വേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പർച്ചേസ് ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നതാണ്. ദെൻ സെക്കൻഡ് വണ്ണാണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടാണ്. എല്ലാ കസ്റ്റമേഴ്സും ഒരേ കാഴ്ചപ്പാടായിരിക്കില്ല ഉണ്ടാവുന്നത്. അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ച്, നീഡ്സ് ആൻഡ് വാണ്ട്സിനനുസരിച്ചെല്ലാം ചേഞ്ചസ് ഉണ്ടായിരിക്കും. അവൈലബിൾ ആൾട്ടർനേറ്റീവ്സിനെ ഓരോ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടും അനാലിസിസ് നടത്തിക്കൊണ്ടായിരിക്കും ഒരു ബയ്യർ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഓരോ പ്രൊഡക്റ്റിനോടും ഉള്ള ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ പെർസെപ്ഷനും കാഴ്ചപ്പാടും കസ്റ്റമേഴ്സിന് വെവ്വേറെ ആയിരിക്കും. ദെൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നോളജാണ്. പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഇൻഫർമേഷൻ എല്ലാം നോക്കിക്കൊണ്ടായിരിക്കും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്.
പലതരത്തിൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും. പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൽ തന്നെ, ലാബിലിങ്ങിൽ തന്നെ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അത് അല്ലാതെ അഡ്വർടൈസ്മെൻറ്റ്, പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായിരിക്കും, മാഗസീൻസ് ഉണ്ടായിരിക്കും. ഈ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിനെല്ലാം അനുസരിച്ചായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. ദെൻ ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്സിൽ ഒരു പേഴ്സൺസിൻ്റെ ഫീലിങ്ങിന് അനുസരിച്ചിട്ട്, എല്ലാവർക്കും ഒരേ ഫീലിംഗ് ആയിരിക്കില്ല, എല്ലാവർക്കും ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല ഉണ്ടാവുന്നത്. അവരുടെ ഒബ്ജക്റ്റീവിനും ഫീലിങ്സിനും സിറ്റുവേഷനും അനുസരിച്ചായിരിക്കും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ചില പ്രൊഡക്റ്റുകളൊക്കെ എന്തുണ്ടായിരിക്കും, ഒരു വിശ്വാസം ഉണ്ടാവും. വിശ്വാസം അതാണല്ല എന്നുള്ള നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ടാഗുകളൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചില കമ്പനീസിൻ്റെ പ്രൊഡക്റ്റിനോട് ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. ആ വിശ്വാസത്തിനനുസരിച്ചായിരിക്കും പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അധികം ബ്രാൻഡഡ് പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്നവർ ആ ഒരു വിശ്വാസം അനുസരിച്ചിട്ടായിരിക്കും വാങ്ങുന്നത്. ഇത്രയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. 4 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എസ്സേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഓരോ ഫാക്ടറും, സൈക്കോളജിക്കൽ ഫാക്ടർ, കൾച്ചറൽ ഫാക്ടർ എന്ന് പറയുന്ന ഓരോ ഫാക്ടറും എന്ത് ചെയ്യും, ഷോർട്ട് എസ്സേക്കായിട്ടും വരും. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് മൊത്തത്തിൽ എസ്സേക്കായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഏത് രൂപത്തിലായാലും എക്സാമിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ദെൻ സോഷ്യൽ ഫാക്ടർ. സോഷ്യൽ ഫാക്ടറിൽ വരുന്നത് ഫസ്റ്റ് വൺ റെഫറൻസ് ഗ്രൂപ്പ്. നമ്മൾ റെഫറൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് പർച്ചേസ് ഡിസിഷനിലും റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഇൻഡിവിജ്വലിൽ നിന്നും അവരുടെ യൂസ് ചെയ്ത എക്സ്പീരിയൻസിനനുസരിച്ചിട്ട്, അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവ് ലഭിക്കും. ഈ അറിവിനനുസരിച്ചായിരിക്കും ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് പറയുന്നത്. റെഫറൻസ് ഗ്രൂപ്പ് പറഞ്ഞാൽ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് പോലുള്ള ഒന്നാണ്. മറ്റുള്ളവരെ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ഇൻഫർമേഷനും നമ്മളുടെ ഇൻഫർമേഷൻ കൂടി മൊത്തത്തിൽ നോക്കി അനാലിസിസ് നടത്തിക്കൊണ്ടുള്ള ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കലാണ് റെഫറൻസ് ഗ്രൂപ്പിലൂടെ പറയുന്നത്. ദെൻ ഫാമിലി റെഫറൻസ് ഗ്രൂപ്പ് പോലെ തന്നെയാണ്. കൂടുതലായിട്ടും ഹൗസ് ഹോൾഡ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡ്യൂറബിൾ ഗുഡ്സൊക്കെ വാങ്ങുമ്പോഴാണ് ഫാമിലിയുടെ ഒപ്പീനിയൻ ചോദിക്കുന്നത്. ജോയിൻറ്റ് ഫാമിലീസ് ആയാലും ന്യൂക്ലിയർ ഫാമിലീസ് ആയാലും ഓട്ടോമൊബൈൽ ഗുഡ്സ്, ഇലക്ട്രോണിക് ഗുഡ്സ്, ഇൻഷുറബിൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുമ്പോൾ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫാമിലിയുടെ ഒപ്പീനിയനും കൂടി നോക്കിക്കൊണ്ടായിരിക്കും പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത്. ദെൻ റോൾ ആൻഡ് സ്റ്റാറ്റസ്. ഈ റോൾ ആൻഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, ചില പ്രൊഡക്ട്സ്, ലക്സറി ഗുഡ്സൊക്കെ എന്താണ് സ്റ്റാറ്റസിനനുസരിച്ചായിരിക്കും വാങ്ങുന്നത്. അധികം ഹൈ ക്ലാസ്, ഹൈ ഇൻകം ഗ്രൂപ്പൊക്കെയാണ് അങ്ങനെ വാങ്ങുന്നത്. അവരുടെ സ്റ്റാറ്റസ് നിലനിർത്തുന്നതാണോ, അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ നല്ലൊരു ഐഡൻറ്റിറ്റി, നാലാൾ അറിയപ്പെടുന്ന രീതിയിലുള്ളതാണോ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും വാങ്ങുന്നത്. ഇത്രയാണ് സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ദെൻ കൾച്ചറൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വരുന്നതിന് കൾച്ചറാണ്. ഓരോരുത്തരുടെയും സ്വഭാവം, പെരുമാറ്റം, ഇവിടെ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം വരും. ഈ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്ത അതേ ഒരു കൾച്ചറോ ഇതൊന്നുമല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കാലങ്ങൾ മാറുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ മാറ്റം വരുന്നുണ്ട്. അതുപോലെ ചിന്താഗതിയിൽ മാറ്റം വരുന്നുണ്ട്. അതുതന്നെയാണ് എന്ത്, പ്രൊഡക്റ്റ് വാങ്ങുന്നതിൻ്റെ കാര്യത്തിലും മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ദെൻ സബ് കൾച്ചറിൽ വരുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ എല്ലാ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെ വേഷവും ഭാഷയും ഒക്കെ വെവ്വേറെയാണ്. അതുപോലെ തന്നെ ആചാരങ്ങളും വിശ്വാസങ്ങളും വെവ്വേറെയാണ്. നമ്മൾ ഏരിയയുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ചായിരിക്കും പ്രൊഡക്റ്റ് വാങ്ങുന്നതും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതും.
ഇപ്പോൾ ബ്രാഹ്മിൻസൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർ വാങ്ങുന്ന പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ വാങ്ങുന്നതിനേക്കാളും വ്യത്യസ്തമായിരിക്കും. അതുപോലെ അവരുടെ ഡ്രസ്സിങ് രീതി, അവർ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്ത സ്വഭാവമുള്ളതായിരിക്കും. അപ്പോൾ അവരുടെ വീടുകൾ തന്നെ എല്ലാം വ്യത്യസ്ത സ്വഭാവമുള്ളത് ആയിരിക്കും. അതിനനുസരിച്ചാണ് സബ് കൾച്ചറിനനുസരിച്ചും പർച്ചേസിങ് ഡിസിഷൻ എടുക്കാറുണ്ട്. ദെൻ സോഷ്യൽ ക്ലാസ്. ഇൻകത്തിനനുസരിച്ച്, എഡ്യൂക്കേഷനനുസരിച്ച്, ഒക്യുപ്പേഷനനുസരിച്ച്, അതുപോലെ തന്നെ ഫാമിലി പാരമ്പര്യത്തിനനുസരിച്ചൊക്കെ പർച്ചേസ് ഡിസിഷനിൽ മാറ്റം വരും. ഹൈ ഇൻകം ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സുകളായിരിക്കും, നല്ല വാല്യൂ, കോസ്റ്റ് കൂടുതലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനായിരിക്കും അവർക്ക് താല്പര്യം. അതുപോലെ എഡ്യൂക്കേറ്റഡ് ആയവർ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിലായി സ്റ്റഡി ചെയ്തുകൊണ്ടായിരിക്കും വാങ്ങുന്നത്. ഇതിന് ഈ പരമ്പരാഗതമായിട്ടുള്ള ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് മറ്റുള്ളവരിൽ ഒരു ഇമേജ് ഉണ്ടാകുന്ന രീതിയിലുള്ള സാധനങ്ങളാവും യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് തന്നെയായിരിക്കും പർച്ചേസ് ചെയ്യുന്നതും പർച്ചേസിങ് ഡിസിഷനും. ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ഹൈ ക്ലാസ് ഫാമിലീസൊക്കെ ഉണ്ടായിരിക്കും. ഹൈ ലെവൽ, ലോ ലെവൽ, മിഡ് ലെവൽ എന്നുള്ള പല തരത്തിലുള്ള ഫാമിലീസ് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള വീടും കാര്യങ്ങളും അതിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന കാറായാലും ഡ്രസ്സ് ഐറ്റംസ് ആയാലും എല്ലാം തന്നെ വ്യത്യസ്തമായതായിരിക്കും. ഇപ്പോൾ കൾച്ചറിനനുസരിച്ച് 3 ഫാക്ടറാണ് ഉള്ളത്. ദെൻ പേഴ്സണൽ ഫാക്ടർ. ഒന്ന് ഏജ്. എല്ലാ ഏജിലുള്ളവർക്കും ഒരേപോലെയുള്ള ഇഷ്ടങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളും ആയിരിക്കില്ല ആവശ്യം. ഇപ്പോൾ ചപ്പലായാലും ഡ്രസ്സ് ഐറ്റംസ് ആയാലും എല്ലാത്തിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ദെൻ ഒക്യുപ്പേഷൻ, ജോലിക്കനുസരിച്ച്. ഒക്യുപ്പേഷൻ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്. അവരുടെ ഇൻകത്തിനനുസരിച്ചും ബൈയിങ് പവറിനനുസരിച്ചും ആയിരിക്കും എന്തുണ്ടാവുക, പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ക്വാളിറ്റിയും അതുപോലെ തന്നെ കോസ്റ്റും എല്ലാം കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും വാങ്ങുന്നത്. ദെൻ ലൈഫ് സ്റ്റൈൽ. അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കിക്കൊണ്ടായിരിക്കും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ദെൻ എക്കണോമിക് സിറ്റുവേഷൻ. ഈ എക്കണോമിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ലൈഫ് സൈക്കിൾ തന്നെയാണ്. ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലീസും ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് വാങ്ങുന്നതും യൂസ് ചെയ്യുന്നതും. ദെൻ എക്കണോമിക് ഫാക്ടേഴ്സ്. പേഴ്സണൽ ഇൻകം, ഫാമിലി ഇൻകം, പ്രൊപ്പൻസിറ്റി ടു സേവ്, കൺസ്യൂമർ ക്രെഡിറ്റ്. അതിൽ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒക്യുപ്പേഷൻ അനുസരിച്ച് അവർക്ക് എത്രയാണോ ഇൻകം കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും സാധനങ്ങൾ വാങ്ങുന്നത്. കോസ്റ്റ് നോക്കിക്കൊണ്ട്, ക്വാളിറ്റി ഒക്കെ നോക്കിക്കൊണ്ട്. ഷോപ്പിംഗ് ഗുഡ്സ് ആയാലും ഡ്യൂറബിൾ ഗുഡ്സ് ആയാലും ലക്സറി ഗുഡ്സ് ആയാലും അവരുടെ ഇൻകം എത്രയാണോ അതിനനുസരിച്ചായിരിക്കും വാങ്ങുന്നത്. ദെൻ ഫാമിലി ഇൻകം. ഇപ്പോൾ ഒരു ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ, പ്രൊഡക്ട്സ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഫാമിലി ഇൻകത്തിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ദെൻ പ്രോസ്പെരിറ്റി ടു സേവിങ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പെൻസ് കുറവായിരിക്കും. സേവിങ്സ് കൂടുതലും എക്സ്പെൻസ് കുറവായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ചു വാങ്ങും, സേവിങ്സ് കുറവും എക്സ്പെൻസ് കൂടുതലുമാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും പ്രൊഡക്ട്സ് വാങ്ങുന്നത്. അതിൻ്റെ പ്രൈസൊക്കെ കുറയും ചെയ്യും സേവിങ്സിനനുസരിച്ച്. ദെൻ കൺസ്യൂമർ ക്രെഡിറ്റ്. ചില പ്രൊഡക്ട്സൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ അതുപോലെ ലോണിൻ്റെ ബേസിലൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് ഫെസിലിറ്റീസ്, ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റീസും ഹൈ പർച്ചേസ് സിസ്റ്റവും ലോൺ ഫെസിലിറ്റീസൊക്കെ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും പർച്ചേസിങ് ബിഹേവിയറിൽ മാറ്റം വരാം. ദെൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ലീഗൽ ഫോഴ്സ്, ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്. ഓരോ രാജ്യത്തിനനുസരിച്ചും അവരുടെ ചില കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസും കണ്ടീഷൻസും ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും പ്രൊഡക്ട്സ് ഉണ്ടാവുക. ചില പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പാടില്ല, ചിലത് ഇത്ര യൂസ് ചെയ്യാൻ പാടും, ഇത്ര ലിമിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും പർച്ചേസിങ്
ഡിസിഷൻ എടുക്കുന്നത്. ഒരുപാട് വെറൈറ്റി ചോയ്സസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് ലിമിറ്റഡ് റേഞ്ച് പ്രൊഡക്റ്റ് മാത്രമേ ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ ലീഗൽ ഫോഴ്സസ്. നേരത്തെ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ചില പ്രൊഡക്ട്സിനൊക്കെ എന്തുണ്ടായിരിക്കും, ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. പ്രിസ്ക്രൈബിൾ ലിസ്റ്റ് ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ള ചില മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അത്തരം പ്രൊഡക്ട്സുകൾക്കാണ് ലീഗൽ ഫോഴ്സ് എന്നുള്ളൊരു ഫാക്ടർ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ഡേ ബൈ ഡേ എന്ന് പറയുന്നത് നമ്മളെ ടെക്നോളജിക്ക് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അതിനനുസരിച്ച് പ്രൊഡക്ട്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സിലും മാറ്റങ്ങൾ വരുന്നുണ്ട്, ക്വാളിറ്റീസിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. പഴയ കാലത്ത് യൂസ് ചെയ്ത അതേ പ്രൊഡക്ട്സ് ഒന്നുമല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഈ ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് ബൈയിങ് ഡിസിഷനിലും ചേഞ്ചസ് വരും. ഇത്രയാണ് ഫാക്ടേഴ്സ് വരുന്നത്. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, എക്സാമിന് വരുന്ന ഒരു ഭാഗമാണ്. എല്ലാവരും നോട്ട് എഴുതുക, ഡൗട്ടുള്ളത് ചോദിക്കുക.